Dear aspirants, Army, Navy, Air Force, അത് കൂടാതെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇതിലൊക്കെ ഓഫീസർ ആകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ. ഇപ്പോൾ അത് ഏത് എൻട്രി ആയിക്കോട്ടെ, ഇപ്പോൾ 12th കഴിഞ്ഞ സ്റ്റുഡൻസിനാണെങ്കിൽ യു ഹാവ് 10+2 TES എൻട്രി, ടെക്നിക്കൽ എൻട്രി. സെയിം ഫോർ നേവി ഓൾസോ. അത് കൂടാതെ വളരെ കവട്ടഡ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമീൻ്റെ എൻട്രി, NDA. ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ NDA നേവൽ അക്കാഡമി, ഇത് UPSC ആണ് ഇനീഷ്യൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ഈസ് SSB ഇൻ്റർവ്യൂ, സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ. ഇനി 10+2 ടെക്നിക്കൽ എൻട്രി ആണെങ്കിലോ 10+2 TES, ഇത് ആർമിയിലും ഉണ്ട് നേവിയിലും ഉണ്ട്. ഇവിടെ ബേസ്ഡ് ഓൺ യുവർ JEE മെയിൻസ് മാർക്സ് ആ ഷോർട്ട് ലിസ്റ്റ് ഇസ് ബീൻ മെയ്ഡ്. ആ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് ദെൻ ദിൽ ഗോ ഫോർ ദി SSB ഇൻ്റർവ്യൂ. ദിസ് ഈസ് ഫോർ 12th class students. ഇനി ഗ്രാജുവേറ്റ്സ് ആണെങ്കിലോ what all opportunities you have? ഇപ്പോൾ ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ you have CDS, okay, Combined Defense Service Examination, again conducted by UPSC. Fine. You have AFCAT, Air Force Common Admission Test, conducted by Air Force. Then you have Coast Guard Common Admission Test. So idakke written exams aanu. After this written examination, once you clear this exam, you will have service selection board interview. Then direct entry is there. Navy ilum adeypole thanne army ilum direct entry undu. Ipo army laanengil you have TGC, SSC short service commission tech entry. Okay, അത് കൂടാതെ NCC സ്പെഷ്യൽ എൻട്രി, അഗെയിൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ. ടെക് എൻട്രി നേവിയിലുണ്ട് ഇതേപോലെ തന്നെ ടെക് എൻട്രി, സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ഇവിടെ ബേസ്ഡ് ഓൺ യുവർ എഞ്ചിനീയറിംഗ് മാർക്സ്, എഞ്ചിനീയറിംഗിലെ 6th സെമസ്റ്റർ വരെയുള്ള മാർക്സിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ദേ വിൽ കോൾ യു ഫോർ SSB ഇൻ്റർവ്യൂ. നൗ ഈ ടെക്നിക്കൽ എൻട്രീസിനൊക്കെ ക്ലബ് ചെയ്തിട്ട് ഒരു എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള പ്രപ്പോസൽ വന്നിട്ടുണ്ട്. Again, that will be conducted by UPSC. Okay, അത് വന്നു കഴിഞ്ഞാൽ then you will have one level of exam, അത് കഴിഞ്ഞാൽ SSB. So ഞാനിപ്പോൾ പറഞ്ഞതിലൊക്കെ കോമൺ ആയി വന്ന സംഭവം എന്താണ്? SSB. So no matter what exam you clear, അല്ലെങ്കിൽ no matter what process you apply for, you have to go through ഈ കടമ്പ കടന്നേ പറ്റൂ, SSB interview. Now we'll talk about what SSB interview is. എന്താണ് ഈ സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ? അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. രണ്ടുപേർക്കും ആക്ച്വലി ഒരു നല്ല പെർസ്പെക്റ്റീവ് തരുന്ന ഒരു സെഷനാണ് ഇത്. യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് എക്സ്പെക്റ്റഡ്, എന്താണ് ഒരു കാൻഡിഡേറ്റിൽ അവർ നോക്കുന്നത്. ബിക്കോസ് ദിസ് ഇൻ്റർവ്യൂ ചെക്സ് യുവർ പേഴ്സണാലിറ്റി. നിങ്ങളെ പേഴ്സണാലിറ്റിയിലാണ് അവർ നോക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഓഫീസർ ലൈക്ക് ക്വാളിറ്റി. OLQ എന്ന് പറയും, ഒരു 15 എണ്ണം ഉണ്ട്. വിൽ ഡിസ്കസ് ദാറ്റ്. ഈ OLQ ആണ് അവർ ചെക്ക് ചെയ്യുന്നത് SSBയിൽ. സോ ലെറ്റ്സ് ഡൈവ് ഡീപ്പ് ഇൻ ടു എന്താണ് ഈ SSB. ഓക്കെ, now let's understand what SSB is. It's a 5-day process. ഇതൊരു 5 ദിവസത്തെ പരിപാടിയാണ്. ഓക്കെ, 5 ദിവസം. Now it will start with a reporting day. ചില സമയത്ത് റിപ്പോർട്ടിംഗ് ഡേ ആൻഡ് സ്ക്രീനിങ് ഇത് രണ്ടും ഒരുമിച്ച് നടക്കാറുണ്ട് ചില കേസസിൽ. ഓക്കെ, ചില കേസസിൽ ഇത് രണ്ടും ഒരുമിച്ച് നടക്കാറുണ്ട്, റിപ്പോർട്ടിങ്ങും സ്ക്രീനിങ്ങും. Now this is called as stage 1. Okay, stage 1. So stage 1 there will be certain activity, certain task will be there. Okay, I'll explain that. അത് കഴിഞ്ഞാൽ suppose there is a reporting of close to 300 അല്ലെങ്കിൽ ഒരു 400
200, whatever the number. This kind of number reporting undo. 3 candidates varum. Stage 1 like. നേരത്തെ പറഞ്ഞ എക്സാം ക്ലിയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി ആയിട്ടോ അവർ വരും. ഇനി ഇതിൽ നിന്ന് they will shortlist അല്ലെങ്കിൽ you can say they will recommend around some 30 to 40. ഇത് ഫിക്സ്ഡ് അല്ല. Okay, it's not fixed. It depends on the quality. ചില കേസസിൽ വളരെ കുറച്ച് ആൾക്കാരെ എടുക്കാറുണ്ട്, ചില കേസസിൽ വളരെ കൂടുതൽ ആൾക്കാരെ എടുക്കാറുണ്ട്. It depends on the quality of the batch. Okay, but ഒരു handful of people അവർ എന്ത് ചെയ്യും, സെക്കൻഡ് സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദി സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 2 എന്തൊക്കെയുണ്ട്? യു ഹാവ് സൈക്കോളജി ടെസ്റ്റ്. ഓക്കെ, സ്റ്റേജ് 2 യു ഹാവ് സൈക്കോളജി ടെസ്റ്റ്. ദിസ് ഈസ് GTO ടാസ്ക്, അതായത് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസേഴ്സ് ടാസ്ക്, ഔട്ട്ഡോർ ടാസ്ക്. ഓക്കെ, ദെൻ യു ഹാവ് പേഴ്സണൽ ഇന്റർവ്യൂ. നൗ സൈക്കോളജി ചെക്സ് യുവർ മൈൻഡ് സെറ്റ്, മനസ. ഓക്കെ, personal interview, it's a 1 hour interview, around 1 hour. Again, depends on the candidate. Personal interview checks your vacha, how you speak. Okay, and GTO, outdoor task, it checks your karmana. Okay, how you act. അപ്പോൾ ഈ മനസ, വാച, കർമ്മന, ഒരു കാൻഡിഡേറ്റിന്റെ 3 ഡയമെൻഷൻ ആണ് ഇവർ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ പറയുന്നത് തന്നെയാണോ ചിന്തിക്കുന്നത് തന്നെയാണോ പറയുന്നത് തന്നെയാണോ പ്രവർത്തിക്കുന്നത്? ദർ ഷുഡ് ബി എ ഹാർമണി. ഓക്കെ, ഇനി ഇത് 3 ആക്ടിവിറ്റീസും സെപ്പറേറ്റ്ലി നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇവിടേക്ക് ഇതൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ടെസ്റ്റ് പോലെ ആയിരിക്കും ഇതുണ്ടാവുക, റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് 1-on-1 പേഴ്സണൽ ഇന്റർവ്യൂ. ദെയർ ആഫ്റ്റർ 5th ഡേ കോൺഫറൻസ്. ഈ പറയുന്ന 3 ആൾക്കാരും ഓഫീസേഴ്സ് ദേ വിൽ സിറ്റ്. ഓരോ കാൻഡിഡേറ്റിൻ്റെയും പേഴ്സണാലിറ്റി അവർ അസസ് ചെയ്യും അവിടെ ഡിസ്കഷനിലൂടെ. അതായത് സൈക്കോളജിയിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഇസ് ഇറ്റ് മാച്ചിങ് വിത്ത് ദി പേഴ്സണൽ ഇന്റർവ്യൂസ് പെർസ്പെക്റ്റീവ് ആൻഡ് ഇസ് ഇറ്റ് മാച്ചിങ് വിത്ത് ദി GTO. ഈ പറയുന്ന 3 ഡയമെൻഷനും കറക്റ്റ് ആണോ എന്നുള്ളത്. കറക്റ്റ് ആണെങ്കിൽ യു വിൽ ബി റെക്കമെൻഡഡ്. ഓക്കെ, ഒരു പ്ലസ് ചെസ്റ്റ് നമ്പർ കിട്ടും. ഓക്കെ, യു വിൽ ബി റെക്കമെൻഡഡ്. റെക്കമെൻഡഡ് കാൻഡിഡേറ്റ് വിൽ ഗോ ഫോർ മെഡിക്കൽസ്, മെഡിക്കൽ എക്സാമിനേഷൻ. അഗെയിൻ a 4 to 5 days activity. Okay, അപ്പോൾ മെഡിക്കലും കൂടി കഴിയുമ്പോഴാണ് you will have a merit list, and based on the merit list you will join the respective training academies. ആർമി ആണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഗ്രാജുവേറ്റ്സിനാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ കേസിൽ you will join NDA. Okay, for other graduates, ആർമി ആണെങ്കിൽ you will join ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, നേവി ആണെങ്കിൽ നേവൽ അക്കാഡമി ഏഴിമല, ആൻഡ് എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സ് അക്കാഡമി ഇൻ ഹൈദരാബാദ്. ഇപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ there is another academy which is Officers Training Academy in Chennai. Okay, so this is the process. Now ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രോസസ്, ഓക്കെ, ഈ ഒരു പ്രോസസ്സിലൂടെ അവർ എന്താണ് ചെക്ക് ചെയ്യുന്നത്? അവർ ചെക്ക് ചെയ്യുന്നത് നമ്മളെ ഓഫീസർ ലൈക്ക് ക്വാളിറ്റി. ഏതാണ് ഈ അല്ലെങ്കിൽ എന്താണ് ഈ 15 ഓഫീസർ ലൈക്ക് ക്വാളിറ്റി? ലെറ്റ്സ് ചെക്ക് ദാറ്റ്. വളരെ ക്വിക്ക്ലി നമുക്ക് അതിലേക്ക് പോകാം. So now let's talk about those 15 officer like quality. What exactly they are checking in each candidate. Okay, അപ്പോൾ അവർ നോക്കുന്നത് ഈ 15 ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ആണ്. ഓക്കെ, നമുക്കത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, വിൽ ഡിസ്കസ് അബൌട്ട് ദിസ് ഇൻ എ ലേറ്റർ സെഷൻ. ഓക്കെ, സോ എഫക്റ്റീവ് ഇന്റലിജൻസ്, റീസണിങ് എബിലിറ്റി, ഓർഗനൈസിങ് എബിലിറ്റി, പവർ ഓഫ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ മൈൻഡ് സെറ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, എഫക്റ്റീവ് ഇന്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രാക്ടിക്കൽ നോളജ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, റീസണിങ് എബിലിറ്റി, എല്ലാത്തിനും നമുക്കൊരു കാരണം ഉണ്ടായിരിക്കണം. ഓക്കെ, കാരണം കൊടുക്കാൻ പറ്റണം. Okay, then organizing ability, power of expression, how much you influence a group. Okay, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ പറയുമ്പോൾ ആൾക്കാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കപ്പെടും. കാരണം നിങ്ങളൊരു ഓഫീസർ ആകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ക്വാളിറ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ അഡാപ്റ്റബിലിറ്റി, കോപ്പറേഷൻ, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഈ കോപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നല്ലോ, ഒരു സഹകരണ മനോഭാവം ഉണ്ടാവണം. നമ്മൾ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരോട് നമ്മൾ ഇടപഴകുന്ന രീതി. ഓക്കെ, സോഷ്യൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളൊരു ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാണോ ഉള്ളത്? ഓക്കെ, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, ആ രീതിയിലല്ലാണ്ട് എനിക്കും കൂടി ചെയ്യണം തോന്നിയിട്ട് വേണം ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാസ് ടു ബി. ദെൻ ഇനീഷ്യേറ്റീവ്, സെൽഫ് കോൺഫിഡൻസ്,
speed of decision, okay, ability to influence group, liveliness, energy is very important. ഓക്കെ, പല കാൻഡിഡേറ്റ്സും കുറച്ച് ഒരു 1-2 ടാസ്ക് ചെയ്ത് അവർ പ്രതീക്ഷ പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അവർ ഡിസൈഡ് ചെയ്യും ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഐ മൈറ്റ് നോട്ട് ബി ക്ലിയറിങ് ഇറ്റ്. ബാക്കിയുള്ള ടാസ്കിൽ അവർ ആ എനർജി കൊടുക്കാറേ ഇല്ല. ഓക്കെ, എനർജി, ആ ലൈവ്ലിനെസ് ത്രൂ ഔട്ട് ദ ടാസ്ക് ഉണ്ടാവണം. നിങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ദി അസസേഴ്സ് വിൽ ഡിസൈഡ്. യു ഗിവ് യുവർ 100%, നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, ദെൻ ഡിറ്റർമിനേഷൻ, കറേജ്, സ്റ്റാമിന. ഓക്കെ, സ്റ്റാമിന ഇസ് ഇമ്പോർട്ടൻറ്റ്, ഡിഫൻസിലാണ് പോകുന്നത്. ഓക്കെ, ഡിറ്റർമിനേഷൻ, കറേജ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 15 ഓഫീസർ ലൈക്ക് ക്വാളിറ്റി. ഇതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഗോയിങ് ഫോർവേഡ് ഓരോ ഡേയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ, സോ ഇനി ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേ 1 നിങ്ങളെ സ്റ്റേജ് 1. ഓക്കെ, ഡേ 1 സ്റ്റേജ് 1 ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി എ വെർബൽ നോൺ വെർബൽ ടെസ്റ്റ്. ഓക്കെ, അത് നമ്മൾ ഓഫീസർ ഇൻ്റലിജൻസ് റേറ്റിംഗ് എന്ന് പറയും, OIR, ഓഫീസർ ഇൻ്റലിജൻസ് റേറ്റിംഗ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ PPNDT, പിക്ചർ പെർസെപ്ഷൻ ഡിസ്കഷൻ ടെസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റേജ് 1 ചെയ്യുന്നത്. പിക്ചർ പെർസെപ്ഷൻ, ഒരു ചിത്രം കാണിക്കും, ആ ചിത്രം നോക്കി നമ്മൾ എന്ത് ചെയ്യണം, ഒരു 30 seconds ചിത്രം ഫ്ലാഷ് ചെയ്യുക. ദെൻ യു ഹാവ് ടു റൈറ്റ് എ സ്റ്റോറി ഇൻ 4 minutes. ഓക്കെ, അത് കഴിഞ്ഞാൽ യു വിൽ ബി മെയ്ഡ് ടു സിറ്റ് ഇൻ എ സെമി സർക്കുലർ ഫാഷൻ. ഒരു 15-20 പേരെ എടുക്കും, ഒരു സെമി സർക്കുലർ ഫാഷനിലിരിക്കും. എവ്രിബഡി വിൽ നറേറ്റ് ദെയർ സ്റ്റോറി. എല്ലാവരും അവരവരുടെ സ്റ്റോറീസ് 1 minute നറേറ്റ് ചെയ്യണം. നിങ്ങൾ 4 minute കൊണ്ട് എഴുതിയ സ്റ്റോറി 1 minute നിങ്ങൾ നറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് കാൻഡിഡേറ്റിന്റെ സ്റ്റോറി നറേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യു വിൽ ഗോ ഫോർ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. എല്ലാവരും സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവരും കണ്ട ഒരേ പിക്ചറാണ്, പക്ഷേ സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും. ആ സ്റ്റോറിയെ നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഒരു കോമൺ സ്റ്റോറിയിലേക്ക് വരിക. അതാണ് ഈ ടാസ്ക്. ഓക്കെ, PPNDT. നൗ ഇപ്പോൾ ഒരു വാർത്തയുണ്ട്, ഒരു പുതിയ സിസ്റ്റം അവർ കൊണ്ടുവരാൻ പോകുകയാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിപ്പോഴും ട്രയൽ ബേസിസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. ഓക്കെ, സോ പുതിയ സിസ്റ്റം ഇസ് കോൾഡ് CSSS. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റേജ് 1 സെലക്ഷൻ സിസ്റ്റം. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ ആ കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റേജ് 1 കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത്. കാരണം കുറേ സ്റ്റുഡൻസിന് ഈ PPNDT എന്ന് പറയുന്ന ടാസ്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് വരാറുണ്ട്. ഓക്കെ, അവർക്ക് ടാലൻറ്റ് ഉണ്ടായിട്ടും കൂടി അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം അവരത് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നത്. സെക്കൻഡ് ഇസ് OPAM, ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് മെഷർ. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി നമ്മളിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില കേസസിൽ നിങ്ങൾ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയുക, ചില സിറ്റുവേഷൻ തന്നിട്ട് നമ്മളോട് ചോദിക്കും നമ്മൾ ഇതായിട്ട് എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് പറയാണ് ഇത് ഞാൻ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, സ്ട്രോങ്ലി അല്ലെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ് അല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി സ്ട്രോങ്ലി അഗ്രി, ആ രീതിയിൽ ഒരു ട്രൂ ആൻഡ് ഫോൾസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു അസസ്മെന്റ് ഉണ്ടാവുക. നൗ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഇൻ ടു യുവർ പേഴ്സണാലിറ്റി. ഇതാണെങ്കിൽ നമുക്കൊരു OIRന്റെ ഒരു പ്രത്യേക ഒരു വെർഷൻ എന്നുള്ള രീതി പറയാം. ഓക്കെ, വെർബൽ നോൺ വെർബൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്പേഷ്യൽ ബേസിസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഈസ് ബേസിക്കലി യുവർ കോഗ്നിറ്റീവ് എബിലിറ്റി. ഓക്കെ, ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ടെസ്റ്റാണ് നമുക്ക് രീതിയിൽ കാണാം. പക്ഷേ ദിസ് ഇസ് സെക്കൻഡ് വൺ, OPAM ഈസ് കംപ്ലീറ്റ്ലി ഇൻ ടു യുവർ പേഴ്സണാലിറ്റി. ഓക്കെ, കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സിറ്റുവേഷൻ തന്നിട്ട് അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത്, നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാണോ അല്ലെങ്കിൽ നിങ്ങൾ അതിന് അഗെയിൻസ്റ്റ് ആണോ എന്നുള്ള രീതിയിലാണ് ഈ കംപ്ലീറ്റ് പ്രോസസ്സ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു ക്വസ്റ്റ്യൻ ഒരു സ്ഥലത്ത് കൊടുത്തു, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേറെ സ്ഥലത്താണ്, അവിടെ റെസ്പോൺസ് മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സംവെയർ യു ആർ ഫേക്കിംഗ് യുവർ റെസ്പോൺസ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് SSB ഈസ് ടു ബി ജെനുവിൻ, ആസ് ജെനുവിൻ ആസ് പോസിബിൾ. ഞാൻ എന്താണോ ഞാൻ അത് പ്രൊജക്ട് ചെയ്താൽ മതി. ദെൻ യു വിൽ ഹാവ് എ ബെറ്റർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്ടഡ്. ആൾക്കാർ ഫേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പരീക്ഷ വളരെ ഡിഫിക്കൽട്ടായി വരുന്നത്. ഓക്കെ, നൗ ദിസ് ഈസ് അബൌട്ട് സ്റ്റേജ് 1. അപ്പോൾ ഈ സിസ്റ്റം ചില സ്ഥലത്ത് ട്രയൽ ബേസിസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കംപ്ലീറ്റ്ലി ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. ഓക്കെ, സോ ഐദർ യു വിൽ ഗെറ്റ് ദിസ് ഓർ യു വിൽ ഗെറ്റ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഓക്കെ, ചിലപ്പോൾ രണ്ടും ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എന്നിട്ട് അതിലൊരു
ടെസ്റ്റ് എന്താ പറയുക അതിലൊരു കമ്പാരിസൺ ചെയ്തിട്ടായിരിക്കും സ്റ്റേജ് 1 സെലക്ഷൻ നടക്കുക. Now we'll talk about stage 2. Stage 2. Stage 2 ൽ എന്തൊക്കെ വരും? Psychology. Psychology-ൽ thematic perception test. Okay, similar to what I told earlier. PPNDT ഉള്ള പോലെ തന്നെ ഒരു ചിത്രം കാണിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഉണ്ടാവും. അതൊരു 30 seconds ഫ്ലാഷ് ചെയ്യും സ്ക്രീനിൽ. അത് കഴിഞ്ഞ് ചിത്രം പോകും. ചിത്രം പോയി കഴിഞ്ഞാൽ 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റോറി എഴുതണം ബേസ്ഡ് ഓൺ ദ പിക്ചർ. ഓക്കെ, വാട്ട് യു പെർസീവ്, നിങ്ങൾ എന്താ കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ദെൻ കംസ് വാറ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഒരു വേർഡ് ഫ്ലാഷ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും വേർഡ് ഉണ്ടാവും, ഈഗോ, ബ്ലാങ്ക്, ബ്ലഡ്, എനിത്തിങ്. ഓക്കെ, ഇനി ആ വേർഡ് 15 seconds ആണ് സ്ക്രീനിൻ്റെ മുകളിൽ ഫ്ലാഷ് ചെയ്യുക. 15 seconds. ഓക്കെ, 15 seconds ആണ് സ്ക്രീനിൻ്റെ മുകളിൽ ഫ്ലാഷ് ചെയ്യുക. ആ 15 seconds നിങ്ങൾ ആ വേർഡ് കാണുകയും വേണം, ആ വേർഡ് റിലേറ്റ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് എഴുതുകയും വേണം. ഓക്കെ, ദെൻ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. യു വിൽ ബി ഗിവൺ 60 situations. ഇറ്റ്സ് എ ബുക്ക്ലെറ്റ്. 60 situations ഉണ്ടാവും. ആൻഡ് ഫോർ ഈ സിറ്റുവേഷൻ വാട്ട് ഈസ് യുവർ റെസ്പോൺസ്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 30 minutes തരും. ഓക്കെ, 30 minutes ദിസ് ആക്ടിവിറ്റി. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഡൻലി യു ഫൗണ്ട് നിങ്ങളുടെ പേഴ്സ് മിസ്സിംഗ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ലൈനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് എഴുതാൻ പറ്റണം. What you will do. Okay, then self description. So this is like 5 paragraphs, 15 minutes. ഓരോ പാരഗ്രാഫിനും 3 minutes. What your parents think about you. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്? Okay, what your friends think about you. Friends or colleagues നിങ്ങളെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്? What your teachers or employer thinks about you. Okay, നിങ്ങളുടെ ഓൺ ഒപ്പീനിയൻ. ഓക്കെ, വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഒരു 5 പാരഗ്രാഫാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടി വരിക. ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ പ്രിപ്പയർ. ഓക്കെ, ദെൻ യുവർ GTO ഡേ. GTO ടാസ്ക്, ഔട്ട്ഡോർ ടാസ്ക്, ഗ്രൂപ്പ് ടാസ്ക്. ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ആക്ടിവിറ്റീസ് ആണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ 2 ഉണ്ടാവും. ഓക്കെ, ദർ വിൽ ബി 2 group discussions. സോ നെക്സ്റ്റ് ഗ്രൂപ്പ് പ്ലാനിങ് എക്സസൈസ്. കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഓക്കെ, കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. You have to think as a team and you have to solve it. So there will be a discussion also based on that. Okay, group planning exercise. Then progressive group task, half group task, final group task and command task. These all are very similar tasks. Okay, for a situation there will be a start line, there will be an end line, there will be structures in between. You have to go from start line to the finish line via crossing the structure and using the helping material. Plank, bully, ropes, ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് മെറ്റീരിയൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ലൈനിൽ ഫിനിഷ് ലൈനിൽ പോകണം യൂസിങ് ദിസ് സ്ട്രക്ചറിന്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് യൂസിങ് ഹെൽപ്പിംഗ് മെറ്റീരിയൽ യു ഹാവ് ടു ക്രോസ് ആൻഡ് ഗോ. ദ സെയിം തിങ് ഇസ് ദെയർ ഇൻ PGT, HGT, FGT ആൻഡ് CT. ബട്ട് അതിൻ്റെ ഒരു അലൈൻമെന്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. PGT-ൽ 4 സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഹാഫ് ഗ്രൂപ്പ് ടാസ്കിൽ നിങ്ങൾ ഗ്രൂപ്പിനെ ഹാഫ് ആക്കും. 8 പേരുള്ളത് 4 പേര്, പക്ഷേ ഒരു സ്ട്രക്ചറെ സോൾവ് ചെയ്യേണ്ടു. കമാൻഡ് ടാസ്കിൽ നിങ്ങൾ ലീഡറായിട്ട് ഒരു സ്ട്രക്ചർ സോൾവ് ചെയ്യേണ്ടി വരും. ഫൈനൽ ഗ്രൂപ്പ് ടാസ്കിൽ നിങ്ങൾ ടീം വിൽ ജോയിൻ അഗെയിൻ കമ്പൈൻഡ്ലി ആൻഡ് യു വിൽ സോൾവ് വൺ സ്ട്രക്ചർ. ഓക്കെ, വെൻ ഐ സേ സ്ട്രക്ചർ ഐ മീൻ ദിസ് അറേഞ്ച്മെന്റ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി ഔട്ട്ഡോർ ടാസ്ക്. ദെൻ ദർ ഈസ് ഗ്രൂപ്പ് ഒബ്സ്റ്റിക്കൽ റേസ്. ഓക്കെ, GOR എന്ന് പറയും, ഗ്രൂപ്പ് ഒബ്സ്റ്റിക്കൽ റേസ്. ഗ്രൂപ്പായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്, വളരെയധികം എൻജോയബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ യു ഹാവ് ലെക്ചറേറ്റ്. ലെക്ചറേറ്റ് ജസ്റ്റ് ലൈക്ക് എക്സ്റ്റെംപോ. നിങ്ങൾക്ക് ഒരു 4 ടോപ്പിക്സ് തരും. ആ 4 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം ആൻഡ് യു ഹാവ് ടു പ്രിപ്പയർ ഇറ്റ് ഫോർ 3 minutes. 3 minute ടൈം തരും ടു പ്രിപ്പയർ ദ ടോപ്പിക് ആൻഡ് ദെൻ യു ഹാവ് ടു സ്പീക്ക് ഓൺ ദാറ്റ് ടോപ്പിക് ഫോർ 3 minutes. അപ്പോൾ 3 minutes പ്രിപ്പയർ ചെയ്യാനും 3 minutes ഡെലിവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ദാറ്റ് ഈസ് ലെക്ചറേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ടീം. ഓക്കെ, then you have individual obstacle. So this is one area where your physical fitness is checked. GOR-ലുണ്ട്, കാരണം റണ്ണിങ് ഒക്കെ ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് 10 ഒബ്സ്റ്റിക്കൽസ് ഉണ്ടാവും. ഓക്കെ, ഡിഫറെൻറ്റ് ഒബ്സ്റ്റിക്കൽസ് ഉണ്ടാവും. ഇപ്പോൾ നോർമൽ ജമ്പ് തൊട്ട് സിഗ്സാഗ്, ബർമ ബ്രിഡ്ജ്, ഓക്കെ, ടാർസൻ സ്വിങ്. ഓക്കെ, അപ്പോൾ ബേസിക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഒബ്സ്റ്റിക്കൽസ്. ഈ 10 ഒബ്സ്റ്റിക്കൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 3 minutes ഉണ്ടാവും. 3 minutes 10 ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? ഈസിയാണ്, ചെയ്യാൻ പറ്റും. ബേസിക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവണം. യു ഷുഡ് ബി ഏബിൾ ടു റൺ അറ്റ്ലീസ്റ്റ് 1.5 kilometers. യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് എന്താ പറയുക 10 to 15 പുഷപ്സ്, ഒരു 20-25 സിറ്റപ്സ്, ഒരു 5 പുള്ളപ്സ്. ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സോൾവ് ദിസ്.
Okay, ഇത് 10 ചെയ്യണം നിർബന്ധമില്ല. Whatever you can complete in that time, it's fine. Okay, so ഈ പറയുന്ന 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക? Personal interview. Okay, one-on-one discussion with an interviewing officer. 1 മണിക്കൂർ. ബേസിക്കലി നിങ്ങളുടെ ലൈഫിനെ പറ്റി, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതിനെ പറ്റിയായിരിക്കും ഡിസ്കഷൻ ഉണ്ടാവുക. ഓക്കെ, ചില കേസസിൽ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി നിങ്ങളുടെ പേഴ്സണാലിറ്റി ആണ് ഫോക്കസിൽ ഉണ്ടാവുക. ഹു ആർ യു? ഓക്കെ, യുവർ ചോയ്സസ്, വൈ യു മെയ്ഡ് ഓൾ ദോസ് ചോയ്സസ്, ആ രീതിയിലൊക്കെ ആയിരിക്കും ഈ ഇൻ്റർവ്യൂ പോകുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഫൈനലി യു വിൽ ഹാവ് ലാസ്റ്റ് ഡേ, കോൺഫറൻസ് ഡേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയാണ് എല്ലാവരും വന്നിരിക്കുക. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്യും ബിഫോർ യു എൻറ്റർ. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു സ്മോൾ ഇൻട്രാക്ഷൻ ഇവിടെ കിട്ടും വിത്ത് ദി ബോർഡ്. ഓക്കെ, ഹാർഡ്ലി 2-3 minutes. ആ ഇൻട്രാക്ഷനിൽ ചില കേസസിൽ ചില സ്റ്റുഡൻസ് ബോർഡർ ലൈൻ ആണെങ്കിൽ അവിടെയാണ് കൺഫർമേഷൻ നടക്കുക. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ബേസിക് ഇൻട്രാക്ഷൻ. സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു, ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു, പുറത്ത് എവിടെയെങ്കിലും പോയോ, ഫ്രണ്ട്സ് ഉണ്ടാക്കിയോ, അങ്ങനെ വളരെ ബേസിക് ആയ ഇൻട്രാക്ഷൻ ഉണ്ടാവുക. ആഫ്റ്റർ ദിസ് ദേ വിൽ അനൗൺസ് ദി റിസൾട്ട്. ഓക്കെ, so who all are the people who got recommended? Okay, so those who are recommended, they will go for the medical. Recommend ആകുമ്പോൾ നമ്മൾ ചെസ്റ്റ് നമ്പറിൽ യൂഷ്വലി നമുക്ക് ചെസ്റ്റ് നമ്പർ മാത്രമേ ഉണ്ടാവുക. ഓക്കെ, അവിടെ ഒരു പ്ലസ് സൈൻ കൂടി ഉണ്ടാവും. ദാറ്റ് മീൻസ് യു ആർ ഫോർ മെഡിക്കൽസ്. ഓക്കെ, സോ റെക്കമെൻഡ് ആവുന്ന കാൻഡിഡേറ്റ്സ് വിൽ സ്റ്റേ ബാക്ക് ഫോർ 5 to 6 more days for their medical examination. Then you have to wait for your merit list. So if you are merited, then you will join your respective training academies. So this is the process in a nutshell. Okay, now ഈ ഒരു പ്രോസസ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ പെർസീവ് ചെയ്യുന്ന രീതി, ഓക്കെ, ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണമെന്നില്ല. കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിൽ. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഇൻ്റർവ്യൂ. ഒരു ദിവസം പോയി അറ്റൻഡ് ചെയ്ത് വന്നു, അല്ല, ഇത് 5 ദിവസത്തെ പരിപാടിയാണ്. യു ഹാവ് ടു സ്റ്റേ ഇൻ ദാറ്റ് ക്യാമ്പസ്, ഇൻസൈഡ് ദ സെലക്ഷൻ സെൻറ്റർ. ദേ വിൽ ഫീഡ് യു. Okay, 5 times. രാവിലെ, okay, morning breakfast will be there, 11 o'clock tea will be there, lunch will be there, evening snacks will be there, and dinner will be there. They'll feed you. Okay, everything is free. First time പോകുന്ന ആൾക്കാർക്ക് you will get travel allowance as well. To and fro AC 3 type travel allowance കിട്ടും. So they are spending on you. അവർ നിങ്ങളെ മുകളിലാണ് പൈസ ചെലവാക്കുന്നത് to get the talent. You just have to go there. അപ്പോൾ ഈ കംപ്ലീറ്റ് പ്രോസസ്സിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങളെ സെലക്ഷൻ കിടക്കുന്നത്. ഓക്കെ, യു ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ആസ് എ ടെസ്റ്റ്. ഒരു എക്സാം പോലെ എടുത്തു കഴിഞ്ഞാലാണ് ഇത് ഭയങ്കര ടഫായിട്ട് വരിക. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. നിങ്ങളെ ഗ്രൂം ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. ഓക്കെ, സോ ഈ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ ദെയർ. ഓക്കെ, സോ ആസ്പയർ ഡിഫൻസ് ആക്ച്വലി ഹെൽപ്സ് കാൻഡിഡേറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ്, ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഗെറ്റിംഗ് ദ ക്ലാരിറ്റി അബൌട്ട് ദ പ്രോസസ്. കാരണം വി ബിലീവ് ക്ലാരിറ്റിയാണ് കോൺഫിഡൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ആ കോൺഫിഡൻസ് കൂട്ടാം? സോ എങ്ങനെയാണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് നോട്ട് എ കോച്ചിങ്. നമ്മൾ കൊടുക്കുന്ന കോച്ചിങ് അല്ല, നമ്മൾ കൊടുക്കുന്ന മെന്റർഷിപ്പാണ്. സോ ദ വെരി ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അപ്രോച്ച് ഒരു കണ്ടന്റ് കൊടുത്തു, ഓക്കെ, അവനത് നോക്കി പഠിച്ചോളും എന്നുള്ള രീതിയിലല്ല. കൊടുക്കുന്ന ബേസിക് കണ്ടന്റ് കോമൺ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന പേഴ്സണലൈസ്ഡ് അപ്രോച്ച്, അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി വരുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് റിക്വയർഡ് ആയിട്ടുള്ളത്, നോക്കിയും കണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാം. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ് അതിൽ കവേർഡ് ആവുന്നത്? ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് ഡിഫിക്കൽട്ടീസ് വരുന്ന ഏരിയാസ് സൈക്കോളജിയിലാണ്. സ്റ്റോറി റൈറ്റിംഗ് ആയിക്കോട്ടെ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആയിക്കോട്ടെ, ഓക്കെ, SRT, അതുകൂടാതെ GTO ടാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ കേസിൽ സ്റ്റോറി റൈറ്റിംഗ് വി വിൽ നോട്ട് ടാമ്പർ യുവർ ജെനുവിൻ റെസ്പോൺസസ്. ഓക്കെ, അതായത് വി വിൽ നോട്ട് ടെൽ യു ഈ ചിത്രം വന്ന് ഇങ്ങനെ കടന്നു എഴുതണം, നോ. ഓക്കെ, വിൽ ഗിവ് യു എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഈസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, ആ ഫോർമാറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അത് കൂടാതെ നിങ്ങൾ എഴുതുന്ന ജെനുവിൻ സ്റ്റോറീസിനെയാണ് നമ്മൾ നല്ല രീതിയിൽ ട്വീക്ക് ചെയ്തിട്ട് ഇറ്റ് വിൽ പ്രൊജക്ട് ഓൾ യുവർ ക്വാളിറ്റീസ്. നിങ്ങൾക്ക് ഉള്ള ക്വാളിറ്റീസ് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ പ്രോസസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിമിലർലി ഫോർ വാറ്റ് ഓൾസോ ആ ഒരു ബേസിക് പ്രോസസ്, എങ്ങനെയാണ് വേർഡിനെ കണക്ട് ചെയ്യേണ്ടത്, ഓക്കെ, എങ്ങനെയാണ് ഇവിടെ സ്റ്റോറി എഴുതേണ്ടത്, എങ്ങനെയാണ് വേർഡ് കണക്ട് ചെയ്യേണ്ടത്, സിറ്റുവേഷൻ, ഹൗ ടു ബി യുവർ സെൽഫ് ആൻഡ് റെസ്പോണ്ട് ലോജിക്കലി. സോ അഗെയിൻ ഫേക്ക് റെസ്പോൺസസ് ഒന്നുമില്ല, നിങ്ങളെ ജെനുവിൻ റെസ്പോൺസസ് ആണ്. അത് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ തന്നെ നമ്മൾ ട്വീക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രോസസ്സ് നടത്തുക. ഓക്കെ, ബിക്കോസ് SSB is subset of life. What you are in life, that's the same thing you will project in SSB. You cannot fake it. Okay.
GTO ടാസ്കിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, ഗ്രൂപ്പ് പ്ലാനിങ് ആയിക്കോട്ടെ, ലെക്ചറേറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ അഗെയിൻ ഇതൊന്നും നിങ്ങളൊരു അക്കാഡമിയിൽ പോയി ചെയ്യേണ്ടതല്ല. ദിസ് ഇസ് ഓൾ വെർച്വൽ. ഇതെല്ലാം വെർച്വൽ ആണ്. ഓക്കെ, നിങ്ങളെ വീടിൻ്റെ കംഫർട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ വെർച്വലായി കണ്ടക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് കൂടാതെ ഔട്ട്ഡോർ ടാസ്ക് പല സ്റ്റുഡൻസിനുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, വെർച്വലായ ഔട്ട്ഡോർ ടാസ്ക് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ആകെ പറയുന്നൊരു കേസ്, ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് വൺ സെഷൻ ഫോർ ദിസ്. ഒരു സെഷൻ ഉണ്ട് നമ്മളെ റെക്കോർഡഡ് ക്ലാസ്സിൽ. ആ സെഷൻ കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയൂ, ഓക്കെ, വെദർ യു ഹാവ് ടു ഗെറ്റ് ഡൗൺ ഓൺ ഗ്രൗണ്ട്. സ്ട്രക്ചർ കണ്ടാൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾ ഹാപ്പൻസ് ഹിയർ. Okay, you don't have to literally go and do things. Okay, so every process has been made as simple as possible. Okay, with utmost clarity. Okay, then personal interview le what is expected, the kind of questions, and we will have the discussion. Ningala personality ne manasilaaki, ningala responses nekke nokki, we'll guide you, we'll support you in that. Okay, so നേരത്തെ പറഞ്ഞ പോലെ തന്നെ complete process ne നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. Okay, your program, and completely virtual ആണ്, so that you wherever you are at your comfort you can attend this. Working professional ആയിക്കോട്ടെ, for everybody it is been made like that. So what all will be covered, just in the nutshell പറഞ്ഞേക്കാം. There will be recorded classes will be there. Okay, so complete classes are in a recorded way. Okay, we have an application complete classes recorded ആണ്. എല്ലാം short sessions ആക്കിയിട്ടുള്ളത്, so that you have that retention also. Okay, അപ്പോൾ complete classes നിങ്ങൾക്ക് നിങ്ങളെ കംഫർട്ടിൽ കണ്ടു തീർക്കാം. Okay, so this will give you a complete clarity about the process. എന്താണ് ചെയ്യേണ്ടത്, ഓരോ ടാസ്കിൽ എന്താ എക്സ്പെക്റ്റഡ്, നമ്മൾ എങ്ങനെ ചെയ്യണം, എന്താണ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും പ്രോസസ്സിൻ്റെ. ഓക്കെ, സോ ഇത് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് യു വിൽ ബി വെരി കോൺഫിഡൻറ്റ്. ഇതെനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ കോൺഫിഡൻസ് കയറും. ഓക്കെ, ദെൻ വിൽ ഹാവ് ലൈവ് ഗ്രൂപ്പ് ഡിസ്കഷൻ, PP and DT, പിക്ചർ പെർസെപ്ഷൻ ഡിസ്കഷൻ ടെസ്റ്റ്. ഓക്കെ, ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ദെയർ, ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ വി വിൽ കണ്ടക്ട് ദിസ്. ഗ്രൂപ്പ് പ്ലാനിങ് എക്സസൈസ് ഉണ്ടാവും, ലെക്ചറേറ്റ് ഉണ്ടാവും, സ്റ്റോറി റൈറ്റിംഗിൻ്റെ ലൈവ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ആൻഡ് വെർ എവർ യു റിക്വയർ എനി സോർട്ട് ഓഫ് ലൈവ് സെഷൻസ് വിൽ ഡു ദാറ്റ്. ഓക്കെ, then you will all get one-on-one doubt clearing session. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും about this process you can ask. Okay, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ, as long as this is important for you, this is important for us. Okay, mentorshipന്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ്, to make sure that you understand the process and you don't have any doubts. Okay, then you will get what? Okay, personalized feedback for all your story writings and all. അതിനൊക്കെ നിങ്ങൾക്ക് ഫീഡ്ബാക്സ് നമ്മൾ പേഴ്സണലൈസ് തരും. Okay, we'll support you in all way possible. Okay, real time practice and improvement tracking, how well you are doing. Okay, നിങ്ങളെ പ്രോസസ്സ് നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുന്ന രീതി, നിങ്ങളെ പ്രോസസ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളത്. ബിക്കോസ് വി ഹാവ് സ്റ്റുഡൻസ് who had difficulty in speaking itself. Now he's pretty fluent. Okay, he's part of NCC, has gone for RDC as well. Okay, now this is the beautiful thing. Okay, we are not preparing you for SSB, we are preparing you for life. Okay, and SSB becomes easy. Okay, ഇവിടെ വന്നു കഴിഞ്ഞാൽ റെക്കമെൻഡ് ആവുന്നല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ you will get the level of clarity which will automatically make process easy for you. Okay, so once the process is easy, recommendation is a byproduct. Okay, ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. Fine, so very simple process altogether, and it has been put in a way which is very convenient and comfortable for you all. Okay, fine. So if you are interested, if you are curious, okay, you can call us. Okay, any doubts ഉണ്ട് പ്രോസസ്സിനെ പറ്റി, എന്താണ് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ you can call us. Very nominal fee ആണ് നമ്മൾ ഈ ഫുൾ ആക്ടിവിറ്റിയും റൺ ചെയ്യുന്നത്. We have very good number of people who are recommended. You can check our Instagram page. Okay, our testimonies ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. Fine, we make process simple. This is not complicated. വളരെ simple a process and we'll keep it simple. Okay, so this is more than sufficient in order to clear or give your best in SSB. Okay, I hope this video was informative for you. Okay, if you have any confusion, then queries and contact us. I'll see you in the class.